ഹലോ. ഉറങ്ങിക്കിടന്ന് റിച്ചൂട്ടിനെ കുത്തി എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ബാഗും തൂക്കി എങ്ങോട്ടാണ് പോണേന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പറയാം കേട്ടോ. ഇന്നാണെങ്കിൽ ഇത് ആയൂർ ഭുവനേശ്വരി ക്ഷേത്രമാണ് കേട്ടോ, ദേവീ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ ഇന്ന് അവരുടെ പാട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് അമ്പലത്തിൽ കയറി തൊഴുത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ 8 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നത്. ഞങ്ങളവിടെ 5:30 ആയപ്പോഴേ എത്തി. കാരണം നല്ല ആളായിരിക്കുമല്ലോ, തിരക്കായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നിട്ട് അവിടെ സ്ഥലമൊക്കെ പിടിച്ച് അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പേ അമ്മയുടെ ഒരു കസിൻ്റെ മക്കൾ നമുക്ക് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സമയം 5:30 ആയതേ ഉള്ളത് കൊണ്ട് ഇത്രയൊക്കെ ആളൊക്കെ അപ്പോഴേ വന്നുള്ളായിരുന്നു. അപ്പോൾ 8 മണിക്കുള്ള പ്രോഗ്രാമിന് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ആ ഒരു സമയത്തിനുള്ളിൽ ആൾക്കാരൊക്കെ വന്ന് നിറയും എന്ന് നമുക്കറിയാമല്ലോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഇത്രയും പേരൊക്കെ ഉള്ളായിരുന്നു. പിന്നെ സ്റ്റേജിൽ ചെന്നപ്പോൾ തന്നെ അവർ അതിൻ്റെ കാര്യങ്ങളും പരിപാടികളൊക്കെ ചെയ്തു. കുറേ നേരം കഴിഞ്ഞ് ഒരു 7-7:30 കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നവർ, അത് വർക്ക് ചെയ്യുന്നവരൊക്കെ കുറച്ച് പേര് വന്ന് സ്റ്റേജിൽ വന്നെല്ലാം അവരെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പാടുന്ന ആൾക്കാരൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ആരുടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഇവരൊക്കെ പോകുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് നമുക്ക് അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പോയതെന്ന് വെച്ചാൽ നമ്മുടെ നവീൻ ചേട്ടൻ വരുമെന്ന് പറഞ്ഞാണ് കേട്ടോ. പക്ഷേ നവീൻ ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പാട്ട് പൊളിപ്പാട്ടായിരുന്നു. അപ്പോൾ ആദ്യം അവരെ എല്ലാവരെയും ഒന്ന് ആദരിച്ച് പുടവയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് അവരെ ആദരിച്ചിട്ടൊക്കെയാണ് പിന്നെ അവർ പാട്ട് തുടങ്ങിയത്. ഒന്നും പറയാനില്ല, എന്ത് പറയാനാണ്, ഇവരുടെ പാട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി കുറേ പാട്ടൊക്കെ കേട്ട്, അത് ഫുള്ള് പാട്ടൊക്കെ കേട്ടിട്ട് തന്നെ വന്നത്. പിന്നെ എനിക്ക് 2 മക്കൾ ഭയങ്കര കുസൃതിയായിരുന്നു. അവിടെ പോയിരുന്നു ഒന്നും കേൾക്കാൻ സമ്മതിക്കില്ല. പിന്നെ അവർ പാട്ടൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി, കാരണം അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാന പാട്ട് അയ്യപ്പൻ്റെ പാട്ടാട്ടോ. അപ്പോൾ അവർ തന്നെ പറഞ്ഞ് നമ്മൾ ഫ്ലാഷ് ലൈറ്റൊക്കെ കത്തിച്ച് എനിവേ സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.